1945 മുതൽ 1991 വരെ അമേരിക്ക 64 രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ചു. 64 രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ചു എന്ന് ജെഫ്രി സാക്സ് പറയുക. നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ഇറാൻ ഇസ്രായേൽ സംഘടനത്തിന്റെ വാസ്തുവിൽ വിത്തിട്ടതാര അമേരിക്കയാണ്. 1953 അധികാരത്തിൽ വന്ന മുഹമ്മദ് മുസാദക് എന്ന് പറയുന്ന ഒരു പുരോഗമനവാദിയായ ജനാധിപത്യവാദിയായ രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇറാനിലുള്ള എണ്ണ സമ്പത്ത് മുഴുവൻ ബ്രിട്ടൻ തോർത്തിക്കൊണ്ടുപോവാണ്. അങ്ങനെ ഇറാന് അവകാശപ്പെട്ട ഇറാന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള എണ്ണ മുഴുവൻ ബ്രിട്ടൻ ചോർത്തിക്കൊണ്ടു പോകുമ്പോൾ അത് തടയുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് 1953 ഈ എണ്ണ സമ്പത്തിനെ മുഴുവൻ നാഷണലൈസ്. അങ്ങനെ മുഹമ്മദ് മുസാദക്ക ചെയ്തപ്പോ അന്ന് തീരുമാനമെടുത്തു MI6 ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസി CIA തീരുമാനമെടുത്തു ഇയാളെ അധികാരത്തിൽ നിന്ന് മാറ്റാം. അങ്ങനെ MI6ഉം CIA നടത്തിയ ആക്രമണത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ അധികാര പ്രശ്നമാക്കിയിട്ട് എന്താ ചെയ്ത അമേരിക്ക മുഹമ്മദ് റസ പൗലവി എന്ന് പറയുന്ന ഏകാധിപതിയായിട്ടുള്ള രാജാവിനെ ഭരണം ലഭിച്ചു. അയാളുടെ ഏകാധിപത്യ ഭരണത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ഇന്ന് കാണുന്ന ഈ ഇസ്ലാമിക് ഭരണകൂടം അവിടെ വന്നത്. എന്ന് പറയാൻ അർത്ഥം എന്താ? 1953 അമേരിക്ക ശരിക്കും ഒറിജിനൽ സിൻ എന്നൊക്കെ പറയും. ആദ്യ പാപം എന്ന് പറയുന്നത് അമേരിക്കയാണ് ചെയ്തത്. 1953 ജനാധിപത്യപരമായി അധികാരത്തിൽ വന്നൊരു ഭരണകൂടം നിന്നിരുന്നെങ്കിൽ ആ രാജ്യം ജനാധിപത്യവൽക്കരിക്കപ്പെട്ട് പുരോഗമന പാതയിലേക്ക് നടക്കുകയും ചെയ്തിരുന്നത്. അതിനെ അട്ടിമറിച്ചത് അമേരിക്കയാണ്. അതിന്റെ പാപഭാരമാണ് ഇന്ന് നാം കാണുന്നത്. 1953 1955 മുതൽ 1975 വരെ ഒരു വലിയ യുദ്ധം നടന്നു വിയറ്റ്നാമിൽ. ആ വിയറ്റ്നാമിൽ നടന്ന യുദ്ധത്തെ സംബന്ധിച്ച് ഈ ഒരു 60 കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ റിപ്പോർട്ട് അവിടുത്തെ പട്ടാള സേനാ നായകന്മാരും ഇന്റലിജൻസ് വിഭാഗവും നിരന്തരം റിപ്പോർട്ട് കൊടുത്തു. പെന്റഗൺ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ ആ പേപ്പറുകൾ 1971 പുറത്തു വന്നു. ആ ഓരോ റിപ്പോർട്ടിലും ഈ സേനാ മേധാവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്, നമ്മൾ യുദ്ധം പരാജയപ്പെടും, വിയറ്റ്നാമിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം പരാജയപ്പെടും എന്ന് ഈ കൃത്യമായി പട്ടാള നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ അറിവ് കൊടുത്തെങ്കിലും ഈ അറിവ് വെച്ചുകൊണ്ട് തന്നെ 100 കണക്കിന് പട്ടാളക്കാരെ വിയറ്റ്നാമിലേക്ക് അയക്കുകയും അവര് 60,000-ഓളം അമേരിക്കൻ പട്ടാളം വിയറ്റ്നാമിലെ യുദ്ധത്തിൽ മരിച്ചു. ഏതാണ്ട് 10-30 ലക്ഷത്തിനിടയ്ക്ക് വിയറ്റ്നാം കയറി മരിച്ചു. ആരാ ഉത്തരവാദി? എന്തിനാ ചെയ്തത്? അവർ പറഞ്ഞ കാര്യമുണ്ട്, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയഗതി ലോകത്ത് നടപ്പിലാവാൻ പാടില്ല, വരാൻ പാടില്ല എന്ന്. അങ്ങനെ കമ്മ്യൂണിസം വന്നു കഴിഞ്ഞാൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന സാമ്രാജ്യത്വ മേധാവിത്വം തകരും. അങ്ങനെ തകരാൻ പാടില്ല. നമ്മൾ പരാജയപ്പെടുമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആശയവുമായിട്ടാണ് 1975 മുതൽ 1975 വരെ 20 വർഷത്തോളം നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധം പരാജയപ്പെട്ടു. 1959 ക്യൂബയിൽ അമേരിക്കയുടെ മൂക്കിന് താഴെ ഫിഡൽ കാസ്ട്രോയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഫിഡൽ കാസ്ട്രോയെ ഒരു ഡോക്യുമെന്ററി തന്നെയുണ്ട്, ഫിഡൽ കാസ്ട്രോയെ കൊല്ലാൻ 638 വഴികൾ എന്ന് പറഞ്ഞിട്ട് 638 തവണ ഈ ഫിഡൽ കാസ്ട്രോ എന്ന് പറയുന്ന നേതാവിനെ കൊല്ലാനും ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തെ അട്ടിമറിക്കാനും CIA ശ്രമിച്ചു. 638 തവണ. 1959 1960-ലും 64-ലും കോങ്കോയിലും ഖാനയിലും, കോങ്കോയിൽ പാട്രിസ് ലുമുംബ എന്ന് പറയുന്ന നേതാവ് ജനാധിപത്യപരമായ അധികാരത്തിൽ വന്ന അദ്ദേഹം ഒരു ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള ആളായിരുന്നു. അദ്ദേഹം ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത് അധികാരത്തിൽ തുടർന്നു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളും ഇടതുപക്ഷത്തേക്ക് സഞ്ചരിക്കുമെന്നുള്ളത് കൊണ്ട് 1960-ൽ പാട്രിസ് ലുമുംബയെ CIA അട്ടിമറിച്ചു. CIA ആണ് അട്ടിമറിച്ചത് എന്ന് അവർ തന്നെ പബ്ലിഷ് ചെയ്ത ഡീക്ലാസിഫൈ ചെയ്യുന്ന റെക്കോർഡുകൾ പറയുന്നു. 1964 ഗാനയിൽ നമ്മുടെ ക്വാമി എൻക്രൂമ എന്ന് പറയുന്ന നേതാവ്, ക്വാമി എൻക്രൂമ എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ ലണ്ടൻ അമേരിക്ക ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ജനിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിന്റെ ഇടയ്ക്ക് എൻക്രൂമെന്റ്, മംദാനി എന്ന് പറയുന്ന നേതാവിന്റെ പേരിന്റെ ഇടയ്ക്ക് ഈ എൻക്രൂമെന്റ്. കാരണം എൻക്രൂമയുടെ ഏറ്റവും വലിയ ആരാധകനായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു. അദ്ദേഹം ഈ മംദാനിയുടെ പേരിന്റെ കൂടെ എൻക്രൂമയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഖാനയിലെ നേതാവായിരുന്നുള്ള ഈ ക്വാമി എൻക്രൂമയെ അട്ടിമറിക്കുക മാത്രമല്ല അവിടുത്തെ അമേരിക്ക ഊട്ടി വളർത്തുന്ന പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നീചമായി കൊലപ്പെടുത്തി. ആരാ കൊലപ്പെടുത്തിയത്? അമേരിക്കയുടെ ഒരു പബ്ലിഷ് ചെയ്ത ഡോക്യുമെന്റ് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു നായാണ്, ആ നായ കൊല്ലണം എന്ന് അമേരിക്കയുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് അയച്ചത് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉണ്ട്. 1966 1973 ചിലി അലന്റെ അട്ടിമറിച്ചു. അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമുണ്ട്. 1973 ഇപ്പോ അമേരിക്കയ്ക്ക് എന്ത് വിരോധമായി ഇസ്ലാമിക ജിഹാദിനോട്? ആരാ സൃഷ്ടിച്ചത്?
സോവിയറ്റ് യൂണിയന്റെ ഇടപെടൽ ഉണ്ടായി അഫ്ഗാനിസ്ഥാൻ എന്നുള്ള പേരിൽ ആ സോവിയറ്റ് യൂണിയന്റെ ഇടപെടലിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പണവും സമ്പത്തും ആയുധവും നൽകി ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രത്തെ പാൽകൂട്ടി വളർത്തി പരിശീലനം കൊടുത്ത് ആയുധവുമായിട്ട് അയച്ചതാരാ? അമേരിക്കയ്ക്ക്. ആ അമേരിക്ക ഇന്നും അത് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പിന്നാലെ വരാം. അപ്പൊ ആ ജിഹാദികളെ വളർത്തിയെടുത്ത് പരിശീലിപ്പിച്ചു കൊണ്ടുവന്നത് വാസ്തവത്തിൽ അമേരിക്ക. അതിന്റെയൊക്കെ പാപഭാരമാണ് വാസ്തവത്തിൽ 2001 അവർ അനുഭവിച്ചത്. 2001 ഈ പറഞ്ഞ ട്വിൻ ടവറിന്റെ ആക്രമണം ഈ ഭീകരവാദികൾ നടത്തിയതിനു ശേഷം അവർ മറ്റൊരു സമീപനത്തിലേക്ക് വന്നു. അത് ആ സമീപനത്തിന് മുമ്പ് തന്നെ വാസ്തവത്തിൽ പുതിയ ഒരു രാഷ്ട്രീയത്തിന്റെ മാസ്റ്റർ പ്ലാൻ അവർ തയ്യാറാക്കി.